ഇടുക്കി ജില്ലയിൽ പുറമ്പോക്ക് ഭൂമിയിലെയും റോഡ് പുറമ്പോക്കിലെയും അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി ശക്തമാക്കി ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്ഥാപനങ്ങളും. ശാന്തൻപാറ പൂപ്പാറയിലും ചിന്നക്കനാൽ സൂര്യനെല്ലിയിലുമായി റോഡ് പുറമ്പോക്ക് കയ്യേറി നിർമ്മിച്ച വ്യാപാര സ്ഥാപനങ്ങൾ പഞ്ചായത്ത് അധികൃതർ പൊളിച്ചു നീക്കി. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ 15 വർഷമായി പ്രവർത്തിച്ചിരുന്ന കടയും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നീക്കം ചെയ്തിരിക്കുന്നു. പൊതുഭൂമിയും റോഡ് പുറമ്പോക്കുകളും തിരിച്ചുപിടിക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് ശാന്തൻപാറയിലും ചിന്നക്കനാലിലും വ്യാപകമായ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചത്. ശാന്തൻപാറ പഞ്ചായത്തിലെ പൂപ്പാറയിൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഗിരീഷിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം പുറമ്പോക്ക് ഭൂമിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യാപാര സ്ഥാപനം പൂർണ്ണമായും പൊളിച്ചു നീക്കി. കഴിഞ്ഞ 15 വർഷമായി ഇവിടെ കച്ചവടം നടത്തിയിരുന്ന ഈശ്വരന്റെ കടയാണ് നിയമ നടപടികൾ പൂർത്തിയാക്കി ഒഴിപ്പിച്ചത്. ഒഴിപ്പിക്കൽ നോട്ടീസിനെതിരെ കടയുടമ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കുന്നതിന് കോടതി അനുമതി നൽകിയതോടെ പഞ്ചായത്ത് നടപടികൾ വേഗത്തിലാക്കുകയായിരുന്നു. ഇതിലിപ്പോൾ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഇവർക്കുടെ കേസ് പരിഗണിക്കാതെ തള്ളുവാണ് ചെയ്തത്, ഡിസ്മിസ് ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവർക്ക് യാതൊരു രേഖകളും ഇല്ലാതെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിത് പഞ്ചായത്ത് കോടതി വിധി അനുസരിച്ച് നമ്മൾ നടപടികൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ. പുറമ്പോക്ക് സ്ഥലങ്ങളിൽ ഉള്ള കടകൾ അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളെല്ലാം എടുക്കാൻ നമുക്ക് ഉത്തരവുള്ളതാണ്. റോഡ് സൈഡിലുള്ള അനധികൃത കച്ചവടങ്ങൾ വച്ച് കിട്ടിയിരിക്കുന്ന ഇതേപോലെയുള്ള കടകൾ. അതേസമയം കട ഒഴിയാൻ മതിയായ സമയം അനുവദിച്ചില്ലെന്നും ഉപജീവനമാർഗം പെട്ടെന്ന് നഷ്ടപ്പെട്ടതോടെ താൻ ദുരിതത്തിലായെന്നും കടയുടമ ഈശ്വരൻ ആരോപിച്ചു. കോടതി പോയായിരുന്നു. 4 വർഷമായിട്ട് കോടതിയിലാണ്. 15 വർഷമായി ഈ കട ഇവിടെ വച്ചാൻ തുടങ്ങിയിട്ട്. പിന്നെ ഇത് വേറെ എന്തോ ഇതിനകത്ത് കുറയുന്ന ആരാണ്ട് നല്ല ശരിക്കും പണിയുന്നുണ്ട് അറിയാം. എൻ്റെ ഉപജീവിതമാർഗമായിരുന്നു അത്. ചിന്നക്കനാൽ പഞ്ചായത്തിലെ സൂര്യനെല്ലിയിലും സമാനമായ നടപടികളാണ് അരങ്ങേറിയത്. റോഡ് പുറമ്പോക്ക് കയ്യേറി സ്ഥാപിച്ചിരുന്ന 7 പെട്ടിക്കടകൾ പഞ്ചായത്ത് അധികൃതർ ഒഴിപ്പിച്ചു. ഇതിലൊരു കട മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നീക്കം ചെയ്തതോടെ ബാക്കിയുള്ള 6 കടകളുടെ ഉടമകൾ സ്വമേധിയ കടകൾ മാറ്റാൻ തയ്യാറാകുകയായിരുന്നു. റോഡ് വികസനത്തിനും പൊതുജനങ്ങളുടെ യാത്രാ സൗകര്യത്തിനും തടസ്സമാകുന്ന അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ കണ്ടെത്തി ഒഴിപ്പിക്കുന്ന നടപടി വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ സൂചന. റവന്യൂ, പഞ്ചായത്ത് വകുപ്പുകളുടെ സംയുക്ത ഇടപെടലോടെ മലയോര മേഖലയിലെ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരായ നടപടി കൂടുതൽ ശക്തമാക്കാനാണ് സാധ്യത. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.